ഇന്ത്യ സംഘത്തിന്റെ ഒരു ജെൻസി പാർട്ടിയാണ് അല്ലെങ്കിൽ ജെൻസികളെ കൊണ്ട് രാജ്യത്തൊരു ക്രമസമാധാന തകർച്ച അല്ലെങ്കിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യം അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്ന ഒരു ജെൻസികളുടെ ഒരു പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി ഇവർ ഈ ജന്തർ മന്ദിരത്തിൽ ഒരു മാസമായി ഈ സമരം തുടങ്ങിയിട്ട്, പക്ഷേ അവിടെയെല്ലാം ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയതെല്ലാം തന്നെ ഈ പ്രതിപക്ഷ സംഘടനയിലുള്ള നേതാക്കളാണ്. അതായത് ഇന്ത്യ സംഘീയത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് ഇവർക്ക് അഭിജിത് ദീപ് കെ ഉൾപ്പെടെയുള്ളവർക്ക് ഐക്യദാർഢ്യവുമായി എത്തിയത്. ആദ്യമൊക്കെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ, അതായത് ആളുകളുടെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴവിടെ ആരുമില്ല. അഭിജിത് ദീപ് കെയും പിന്നെ ഒന്നോ രണ്ടോ ചെറുപ്പക്കാർ മാത്രമേ ഇപ്പോൾ ജന്തർ മന്ദിറിൽ ഉള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഇപ്പോൾ ആരും, ഒരു പോലീസുകാർ പോലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് അഭിജിത് ദീപ് കെ വല്ലാതെ നാണം കെടുത്തുന്നുണ്ട്. കൂടാതെ രാഹുൽ ഗാന്ധി അടക്കം നാണം കെടുത്തുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം രാഹുൽ ഗാന്ധി കുറച്ച് ദിവസമൊക്കെ ഏതോ ഒരു രാജ്യത്ത് പോയി ഒളിവ് ജീവിതം നയിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിയന്ത്രണം രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. കാരണം മോദിയെ താഴെയിറക്കാൻ അമേരിക്കയിൽ നിന്നും ഒരുപറ്റം പാറ്റകളെ കൊണ്ടുവന്നിട്ട് മോദിയോ പോലീസോ ഒരു ഭരണ സംവിധാനമോ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. എന്തിനേറെ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ അല്ലെങ്കിൽ അഭിജിത് ദീപ് കെയെ പോലും ഇപ്പോൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നിലവിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ പിന്തുണയ്ക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം അത് അപ്രസക്തമാണ്. ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ലെന്നാണ് അഭിജിത് ദീപ് കെ പറഞ്ഞത്. കാരണം എന്തുകൊണ്ട് പ്രധാനമന്ത്രി മിണ്ടുന്നില്ല, എന്തുകൊണ്ട് നമ്മളുമായിട്ട് സംസാരിക്കാൻ നരേന്ദ്രമോദി നമ്മളെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിക്കുന്നില്ല അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിക്കുന്നില്ല എന്നാണ് അഭിജിത് ദീപ് കെ ചോദിക്കുന്നത്. കൂടാതെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും തുടരുന്നത് എന്തുകൊണ്ടെന്നാണ് അഭിജിത് ദീപ് കെ ഇപ്പോൾ ചോദിക്കുന്നത്. അധികാരത്തിൽ ഉള്ളവരുടെ ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുകയാണ് വേണ്ടത്. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള പ്രചാരണം തള്ളണമെന്നും ദീപ് കെ പറയുകയാണ്. പ്രതിപക്ഷത്തെ വിവിധ പാർട്ടികളിലെ നേതാക്കൾ കൂട്ടത്തോടെ ജന്തർ മന്ദിറിലെത്തി പിന്തുണ അറിയിച്ചിട്ടും രാഹുൽ ഗാന്ധി സമരത്തെക്കുറിച്ച് ഒന്നും പറയാത്തത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് അഭിജിത് ദീപ് കെയുടെ ഒരു പ്രതികരണം ഉണ്ടായത്. ദില്ലിയിൽ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ ഈ പാർട്ടികളുടെ പ്രതിഷേധത്തിൽ പങ്കുചേർന്ന് സാമൂഹ്യ പ്രവർത്തകർ സോനം വാങ്ചുങ് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 17 ദിവസമാണ് പിന്നിട്ടത്. വാങ്ചുങ്ങിന്റെയും മറ്റ് പ്രതിഷേധക്കാരുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നത് വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. സമരം ശക്തമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ പ്രമുഖർ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വരികയും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അഭിജിത് ദീപ് കെ ഉൾപ്പെടെയുള്ളവർ അവിടെ ജന്തർ മന്ദിറിൽ വലിയ രീതിയിൽ ഒരു സമരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ BJP സർക്കാരോ ഒന്നും തന്നെ ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സ്വാഭാവികമായി ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ജന്തർ മന്ദിറിൽ നിരാഹാര സമരമൊക്കെ നടക്കുമ്പോൾ ഇത്രയും വർഷത്തെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദി ഏതെങ്കിലുമൊക്കെ ഒരു വകുപ്പ് മന്ത്രിയെ ചുമതലപ്പെടുത്തും, അവരുമായിട്ട് ചർച്ചയ്ക്ക് വിളിച്ച് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അതാണ് ഇക്കാലം അത്രയും, അത് 2014 മുതൽ ഭാരതത്തിൽ നടക്കുന്ന കാര്യം ഇതാണ്. പക്ഷേ ഈ അഭിജിത് ദീപ് കെയുടെ ഈ ഒരു പ്രഹസന സമരത്തിൽ നരേന്ദ്രമോദിയോ പോയിട്ട് ഒരു MP-മാർ പോലും അല്ലെങ്കിൽ BJPയുടെ നിന്നുള്ള MP-മാരോ അല്ലെങ്കിൽ മറ്റ് സഹമന്ത്രിമാരോ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മോദിയും ഉൾപ്പെടെയുള്ള മറ്റ് മന്ത്രിമാർ വിദേശ പര്യടനത്തിലേക്ക് പോകുന്നു. അവിടെ പോയി വലിയ വമ്പൻ കരാറിൽ ഒപ്പിട്ടുകൊണ്ടുവരുന്നു. രാജ്യത്തിന് വേണ്ട പല നേട്ടങ്ങളും 30,000 കോടി അല്ലെങ്കിൽ 5,000 കോടി അല്ലെങ്കിൽ 50,000 കോടിയൊക്കെ വമ്പൻ കരാറുകൾ ഭാരതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അഭിജിത് ദീപ് കെ ഇപ്പോൾ വലിയൊരു വിഷമത്തിൽ പറഞ്ഞത്. സമരക്കാരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് നിരാഹാര സമരം തത്കാലം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അരുന്ധതി റായ് പോലെയുള്ള രാജ്യദ്രോഹ പരാമർശം നടത്തുന്നവരും പിന്നെ അഭിനേതാക്കളായ നസറുദ്ദീൻ ഷാ, രത്ന പഥക്, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജയന്തി ഘോഷ് എന്നിവർ ചേർന്ന് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാ പാർട്ടികളും ഈ സമരത്തെ പിന്തുണയ്ക്കണമെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമരപന്തലിൽ നടൻ പ്രകാശ് രാജ് സമരത്തിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതോടുകൂടി ഈ സമരം ആരുടെ താല്പര്യത്തിലാണ് പോകുന്നത്, ഇതിന്റെ ബാക്ക് ബോൺ ആരാണ്, ഇതിന്റെ പിന്തുണയ്ക്കുന്ന ഇതിന്റെ അടിത്തട്ട് ആരുടേതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവർ, ഈ അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ളവർ നമ്മുടെ രാജ്യത്ത് ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടി പലതരത്തിൽ കിടഞ്ഞ് പരിശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിന്റെ പിന്തുണ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിന്റെ നിർദ്ദേശപ്രകാരം
അഭിജിത് ദീപ്കെ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇപ്പോൾ കിട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവ്. കേന്ദ്ര സർക്കാരിന്റെയും മറ്റ് പാർട്ടികളുടെയും മൗനത്തെ ചോദ്യം ചെയ്ത അദ്ദേഹം യുവാക്കളുടെ ഈ പോരാട്ടം ന്യായമാണെന്നും രാജ്യം അവർക്കൊപ്പം ഉണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പങ്ഷുക്കിന്റെ ആരോഗ്യനിലയിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ആം ആദ്മി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ അഭിജിത് ദീപ്കയുടെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. കോൺഗ്രസ് എംപിമാരായ നാഗരിക് ഘോഷ്, മഹുവ മൊയ്ത്ര, സാമൂഹ്യ പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ്, അഞ്ജലി ഭാരദ്വാജ് തുടങ്ങിയവരും MA ബേബി, KK ശൈലജ അടക്കമുള്ള CPM നേതാക്കളും ഒക്കെ മാത്രമേ ഈ സമരവേദിയിലേക്ക് സന്ദർശിക്കുന്നുള്ളൂ. അതായത് രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കണമെന്ന ചിന്താഗതിയിലുള്ള ആളുകളൊക്കെ, തീവ്ര ചിന്താഗതിയിലുള്ളവരൊക്കെയാണ് ഈ അഭിജിത് ദീപ്കയുടെ ഒപ്പം ഉള്ളത്. അവരാണ് ഈ സമരപന്തലിൽ എത്തി സന്ദർശനം നടത്തുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മറ്റ് വേറൊരു മാന്യമായ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ സിനിമാ നടന്മാരോ അങ്ങനെ ആരും അവിടെ പോകുന്നില്ല. പ്രകാശരാജിനെ പോലുള്ള ചില രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ മാത്രമാണ് ഇപ്പോൾ അവിടെയൊക്കെ എത്തിയ ഒരു സന്ദർശനം നടത്തുന്നത്.